PFIയുടെ ഹിറ്റ് ലിസ്റ്റിനെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഇന്നലെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇത് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരാണ്. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു വിശ്വാസിയെ നമ്മളൊരു പൊളിറ്റിക്കൽ മുസ്ലിം ആക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയാണ് ജിഹാദ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. SDP നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന് പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടെന്ന് NIA. മുസ്ലിം സമുദായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായി SDP മാറണമെന്നും ജുഡീഷ്യറിയും. ഇനി പള്ളിയുടെ പേരും പറഞ്ഞു ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കാൻ. ഇസ്ലാമിന്റെ യുദ്ധ നിയമങ്ങൾ നോക്കിയാൽ അത് വളരെ ക്ലിയർ ആണ്. ശരിക്കും രാഹുലും അത് കുറച്ചും പറയുന്നുണ്ട്. എന്റെ ഓർമ്മ എന്ത് മണ്ടത്തരായി പറയുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, വെൽക്കം ശ്രീ രാഹുൽ. நான் என்ன பேச போறேன்னு உங்களுக்கு தெரியுமா? ജിഹാദ് ബിൽ യദ് ഹാൻഡിന്റെ കൈയുടെ ജിഹാദ് തെറ്റാണോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ. തൂക്കിയല്ലോ നാഥ. ഈ നാട് വിറപ്പിക്കുന്ന റൗഡിയാ, അവനെ കണ്ട വിറയ്ക്കണം. നിങ്ങൾ നാളെ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ നോക്കണം. ഈ ജിഹാദിനെ കുറിച്ച് ആർക്കാണ് എട്ടും പൊട്ടും തിരിയാത്തത്? ആരാണ് ജിഹാദിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്? ഒരാപത്ത് വരണുണ്ടല്ലോ. ഇപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന രഹസ്യം പുറത്തു വരുന്നത്. PFIയുടെ ഹിറ്റ് ലിസ്റ്റിനെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ, ഇതര മതസ്ഥരിലെ പ്രമുഖരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഘങ്ങളുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. എന്തോ മെസ്സേജ് കിട്ടുവാൻ. ഏതൊക്കെ ഒഴിച്ചാ എങ്ങനെയൊക്കെ കത്തുമെന്ന് അറിയാവൂടാ. എള്ളെണ്ണ ഒഴിച്ചാ എളുപ്പത്തിൽ കത്തും, നല്ലെണ്ണ ഒഴിച്ചാ നിങ്ങൾ നാളെ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ നോക്കണം. ഈ ജിഹാദിനെ കുറിച്ച് ആർക്കാണ് എട്ടും പൊട്ടും തിരിയാത്തത്? അതുമൊഴിയാതെ നിന്നെ തേടി. ഇനി എന്താണ് ജിഹാദ്, അതുപോലെ എത്ര ടൈപ്പ് ഓഫ് ജിഹാദ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ മൂന്ന് ആളുകളാണ് ഇന്ന് നമ്മുടെ ലോകത്ത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ. ഒന്ന് നമ്മുടെ അള്ളാഹു, മുഹമ്മദ് നബി. രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് അള്ളാഹു എന്ന് കൊടുത്തത്. ഞാൻ പറയുന്നു, മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. രണ്ടാമത് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ. പിന്നെ മൗദൂദി, നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുതലാളി. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഈ മീഡിയ വൺ എന്ന് പറഞ്ഞാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെതാണ് നമ്മൾ കണ്ടുകൂടാത്ത സാധനമാണ്. സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിയും തീവ്രവാദവും അതാ അങ്ങോട്ടേക്ക് നോക്കൂ. ഇനി രണ്ട് കുണ്ടിക്കുള്ള ഇരിക്കുന്നത് തോന്നുന്നത്. സാധാരണ ഒരു വിശ്വാസിയെ നമ്മളൊരു പൊളിറ്റിക്കൽ മുസ്ലിം ആക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയാണ് ജിഹാദ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? സാധാരണ വെറുതെ സലാമൊക്കെ പറഞ്ഞ് ഹലാലായ ഇറച്ചിയും കഴിച്ച് വെറുതെ ഇങ്ങനെ നടക്കുന്ന, മാപ്പിളപ്പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു മുസ്ലിമിനെ പിടിച്ച് ഒരു ലെവൽ 5 ഒരു ഖിലാഫത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന ഒരു മുസ്ലിമാക്കി മാറ്റുന്ന, ജിസിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, സ്ലേവറി അടിമകളെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരു മുസ്ലിമാക്കി മാറ്റുന്ന പ്രക്രിയ, അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ പ്രക്രിയ നടക്കുന്നത് എവിടെയാണ്? അത് സലഫി ദഅവ ഇൻഫ്ലുവൻസ്. അതിനെയാണ് നമ്മൾ തകർക്കാൻ നോക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അതിനകത്ത് ഡൗട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുന്നത്, ഫിത്ന ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഫിത്ന ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്കുണ്ടാക്കുന്ന ഫിത്നയാണ് നമ്മുടെ സഹസംവാദകൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളം ചേർത്ത കുറെ സാധനങ്ങളാണെന്ന് മാത്രം പറയുക, അതിന്റെ ഒറിജിനൽ ഇന്റൻഷൻ പറയാതിരിക്കുക. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നാളെ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ നോക്കണം. ഈ ജിഹാദിനെ കുറിച്ച് ആർക്കാണ് എട്ടും പൊട്ടും തിരിയാത്തത്? നായകൻ ഇപ്പോഴും 4ാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയിട്ടില്ല. സാധാരണ മുസ്ലിമിനെ ജിഹാദികളാക്കുന്ന പ്രക്രിയയെ തടയുന്നവരെ, അതിനു വേണ്ടിയിട്ട് ഇടപെടുന്ന ആളുകളെ അവരെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന വളരെ പിന്തിരിപ്പനായുള്ള ഒരു പരിപാടി കൂടിയാണ് എന്നും കൂടിയാണ് പറയാനുള്ളത്. അതിന് പല വഴികളുണ്ട്. എക്സ്ട്രീം ഫോംസ് ഓഫ് ജിഹാദ് ഉണ്ട്, മൈൽഡ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ജിഹാദ് ഉണ്ട്. എന്തായാലും നിന്റെ സമയത്ത് ഏകദേശം ശരിയായി വരുന്നുണ്ട്. രണ്ട് സാധനമാണ് ഇസ്ലാം ലോകത്തെ കാണുന്നത്. രണ്ട് വഴി. ഒന്ന് ദാറുൽ ഹർബ്, രണ്ട് ദാറുൽ ഇസ്ലാം. അതായത് ഇസ്ലാമിന്റെ പരമമായ ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളത്, അതായത് ദാറുൽ ഇസ്ലാം ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ദാറുൽ ഇസ്ലാം അല്ലാത്ത സ്ഥലങ്ങൾ, അത് ദാറുൽ ഹർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഈ കോൺഫ്ലിക്ട്? അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് ആ കോൺഫ്ലിക്ട്.
ദൈവത്തിൽ വിശ്വസിക്കുകയും സ്വന്തം അമ്മയെ വ്യഭിചരിച്ചാൽ പോലും ഇസ്ലാമിൽ സ്വർഗം കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് പറഞ്ഞത് അങ്ങനെ? അമ്മയെ വ്യഭിചരിക്കുന്ന ചോദ്യം അത് ഉസ്താദുമാർ അവിടെ അതിന് ഉത്തരം പറഞ്ഞ് മെഴുകി ഒരു വഴിക്കായിട്ട് ഇരിക്കുകയാണ്. യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, അവിടെ പോയി കാണൂ. ഇതൊക്കെ പറഞ്ഞ് മടുത്ത കാര്യങ്ങളാണ്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ഈ ലാസ്റ്റ് ഒരു കാര്യം കൂടി, 10-20 വർഷമായിട്ട് എക്സ് മുസ്ലിം ആയിട്ട് ജീവിക്കുന്ന താങ്കൾ ജിഹാദ് എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ താങ്കൾ ഈ 2025 ജൂൺ 15 ഈ സ്റ്റേജിൽ നിന്ന് ആരിഫ് ഹുസൈൻ എന്ന പേരിൽ നെഞ്ഞുവിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ജിഹാദ് തെറ്റല്ല. ശരി, അത് തിരിഞ്ഞു നിന്നിട്ട് ഇവിടെ ഇരിക്കുന്ന മഫ്തിയിൽ ഇരിക്കുന്ന പോലീസുകാരോടൊന്ന് പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. അതായത് എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് അന്വേഷണം നടത്താനും അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ രാഷ്ട്രം ചെലവഴിക്കുന്ന പണം, എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, അത് എത്ര കോടിക്കണക്കിന് വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, ഒന്നത്. ഇനി 2, ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഏത് മതത്തിന് വേണ്ടിയിട്ടാണ്, ഏത് മതഭീകരതയ്ക്കെതിരെയാണ് ഈ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നത്? ഹിന്ദു മതത്തിന് വേണ്ടിയിട്ടാണോ, ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ടാണോ, ജൂതമതത്തിന് വേണ്ടിയിട്ടാണോ, ബുദ്ധമതത്തിന് വേണ്ടിയിട്ടാണോ, ജൈനമതത്തിന് വേണ്ടിയിട്ടാണോ, മതമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് പറയുമ്പോൾ അവിടെ വന്ന് നിന്നിട്ട് ഇതേപോലെയുള്ള ഈ അവൈലബിലിറ്റി ബയസ് വെച്ചുകൊണ്ട് ഞാൻ ജീവനോട് ഇരിക്കുന്നു, അതുകൊണ്ട് ഇസ്ലാമിൽ ജിഹാദില്ല, ജിഹാദ് നന്മയാണെന്നൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണേ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ വിഷയം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എളുപ്പമുള്ളൊരു പണി പറയാം. അതായത് ഇപ്പം സ്ത്രീ ചലാകർമ്മത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ പുരുഷ ചലാകർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് സ്ത്രീ ചലാകർമ്മം. എൻ്റെ ഉമ്മാക്ക് ചെയ്തിട്ടില്ല, എൻ്റെ വല്യമ്മക്ക് ചെയ്തിട്ടില്ല, എൻ്റെ ഉമ്മാക്ക് ചെയ്തിട്ടില്ല, ഭാര്യയ്ക്ക് ചെയ്തിട്ടില്ല, ദെർഫോർ നോ സ്ത്രീ ചലാകർമ്മം. അങ്ങനെയാണോ നിങ്ങൾ എടുക്കുക? അല്ല, അതൊരു ആനക്ഡോട്ടൽ ഫാലസിയാണ്, ഒരു ന്യായവൈകല്യമാണ്. ഇവിടെ കണക്കുകളുണ്ട്. ലോകത്ത് എത്ര മില്യൺ കണക്കിന് സ്ത്രീകളാണ് അതിൻ്റെ ഇരകൾ എന്ന് നിങ്ങൾക്കറിയോ? ആ ചലാകർമ്മം നടക്കുന്നതിൻ്റെ പിന്നിലുള്ള മത ആശയം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അത് ഇസ്ലാമാണ്. അതോടൊപ്പം തന്നെ മറ്റ് കൾച്ചറൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൂടി ചേർന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സാധനമാണ്. ഇന്ത്യയിലടക്കം ബോറ കമ്മ്യൂണിറ്റിയിൽ ഇത് വളരെ വ്യാപകമാണ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് പറയാം അങ്ങനെ ഒരു സാധനമില്ല, ഞാൻ കുടിച്ചിട്ടില്ല അതുകൊണ്ട് വേറെ ആരും കുടിക്കുന്നില്ല, ഞാൻ ദുബായ് കണ്ടിട്ടില്ല അതുകൊണ്ട് ദുബായ് ഇല്ല. ആ വാദം നിങ്ങൾ മാറ്റി വെക്കുക. ഇങ്ങനെ പോയാ അയാൾ കയറി അങ്ങ് വാങ്ങോ. ആന മതമിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിച്ചില്ല. ഇതൊക്കെ എന്തോ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം.